ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റായ നമ്മളൊന്ന് എന്നതിലെ ആശംസ, മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നീ 2 പാഠഭാഗങ്ങളാണ് കേട്ടോ. വളരെ ചെറിയ പാഠഭാഗങ്ങളാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആശംസ ഇതൊരു കവിതയാണ്. പി മധുസൂദനൻ എഴുതിയ ഞാനിവിടെയുണ്ട് എന്നുള്ള കവിതയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് ഇത്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ, അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്തു മിടിക്കട്ടെ, അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്തു മുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. അപ്പം എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് വെച്ചാൽ എന്താണ്? മന്ദഹസിക്കുക എന്ന് വെച്ചാൽ പുഞ്ചിരിക്കുക. അപ്പോൾ പുഞ്ചിരിക്കുന്നത് എപ്പോഴാണ് മക്കളെ? നമുക്ക് സന്തോഷം വരുമ്പോഴാണല്ലേ. അപ്പോൾ മറ്റുള്ളവരും നിങ്ങൾ ചിരിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂടെ അവരും ചിരിക്കട്ടെ അല്ലെങ്കിൽ അവരും സന്തോഷിക്കട്ടെ. അവരുടെ നോവുകൾ, നോവെന്ന് വെച്ചാൽ വേദന, സങ്കടം, അതൊക്കെയാണ്. അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. അതായത് മറ്റുള്ളവരുടെ വേദന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നണം? അവരോട് അലിവ് തോന്നണം അല്ലെങ്കിൽ ദയ തോന്നണം. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ കൂടെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നണം എന്നാണ് പറയുന്നത്. അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്തു മിടിക്കട്ടെ. രണ്ടുപേരുടെയും ഹൃദയമിടിപ്പ് ഒരുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ചിന്താഗതികൾ ഒരുപോലെ ആയിരിക്കണം, നല്ല ചിന്താഗതികളായിരിക്കണം എന്നൊക്കെയുള്ള അർത്ഥമായിരിക്കാം കവി ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്തു മുഴങ്ങട്ടെ എന്ന് വെച്ചാലോ, ഇവിടെ സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്ന സമയത്താണ് എന്ത് ഒരു കൂട്ടരുടെ അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം കേൾക്കാതെ വരുന്നത്. ഓക്കെ, ഒരാളുടെ ശബ്ദം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അയാളെ സംസാരിക്കാൻ സമ്മതിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നില്ല, അതൊക്കെയാണ് അർത്ഥം. അപ്പോൾ അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്തു മുഴങ്ങട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കണം. നിങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ശബ്ദം പുറപ്പെടുവിക്കുന്നതോടൊപ്പം അവർക്കും അതിനുള്ള അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. പരിഭവം എന്ന് വെച്ചാൽ എന്താ മക്കളെ? നീരസം അല്ലെങ്കിൽ ഒരു വെറുപ്പ് എന്നൊക്കെയുള്ളൊരർത്ഥമാണ്. അതായത് നിങ്ങൾക്ക് ഒരാളോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മുഷിപ്പ്, ഒരു നീരസം, അതിനെയാണ് നമ്മൾ പരിഭവം എന്ന് പറയുക. അപ്പോൾ ഒരാളോട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പരിഭവമോ പരാതിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാവട്ടെ, അതൊന്നും വേണ്ട എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. കാലത്തിൻ്റെ ഇരുട്ടിൽ എന്ന് വെച്ചാൽ ഇരുട്ട് എന്നുള്ളത് എന്താണ്? വെളിച്ചമില്ലാത്തൊരവസ്ഥയാണല്ലേ. അതായത് തെറ്റുകളുള്ള ഒരു അവസ്ഥയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ തെറ്റുകൾക്കിടയിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് അവിടെ വെട്ടം നിറയട്ടെ, വെളിച്ചം നിറയട്ടെ. നിങ്ങളുടെ ജീവിതം നന്നാവുമ്പോൾ അവിടെ എന്താണ്? തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടണമെന്നാണ് പറയാറ് അല്ലേ. അപ്പോൾ കാലത്തിൻ്റെ ഇരുട്ടിലാണെങ്കിൽ, കാലം ഇരുട്ടിലാണെങ്കിൽ, കാലത്തിൽ തിന്മകളാണ് അല്ലെങ്കിൽ മോശം കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ നല്ല ജീവിതം കൊണ്ട് അവിടെ വെളിച്ചം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് കവി പറയുന്നത്. ഇനി ഇവിടെ ആദ്യം തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ. മന്ദഹസിക്കുക, നമ്മൾ കവിത ചൊല്ലിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർത്ഥങ്ങളൊക്കെ. മന്ദഹസിക്കുക എന്ന് വെച്ചാൽ പുഞ്ചിരിക്കുക. നോവ് എന്ന് വെച്ചാൽ വേദന. അലിവ് എന്ന് വെച്ചാൽ ദയ. പരിഭവം നീരസം, സങ്കടം, മുഷിച്ചിൽ, അതിനൊക്കെയാണ് നമ്മൾ പരിഭവം എന്ന് പറയുക. വെട്ടം എന്ന് വെച്ചാൽ വെളിച്ചം. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ചോദ്യം 1, കവിത താളം പിടിച്ചു ചൊല്ലൂ. അത് നിങ്ങൾ ടീച്ചറോടൊത്ത് ടീച്ചറുടെ സഹായത്തോടെ ഗ്രൂപ്പുകളായി തിരിഞ്ഞോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കവിത ചൊല്ലി കേൾപ്പിക്കാം. ചോദ്യം 2, എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത്? മറ്റുള്ളവരും നമ്മളോടൊപ്പം പുഞ്ചിരിക്കട്ടെ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമുക്കും അവരോട് മനസ്സലിവ് തോന്നട്ടെ, അവരുടെ ഹൃദയമിടിപ്പും നമ്മോടൊപ്പമാവട്ടെ, അവരുടെ ശബ്ദങ്ങൾ നമ്മുടെ ശബ്ദത്തോടൊപ്പം കേൾക്കട്ടെ, നിങ്ങൾക്ക് അവരോടുള്ള പരിഭവമെല്ലാം ഇല്ലാതെയാവട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റെ വെളിച്ചം നിറയട്ടെ എന്നിവയാണ് കവി ആശംസിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലായിടത്തും സന്തോഷം നിറയാനും സങ്കടങ്ങൾ ഇല്ലാതാവാനും വിദ്വേഷങ്ങൾ ഇല്ലാതാവാനുമാണ് കവി ആഗ്രഹിക്കുന്നത്. ചോദ്യം 3, ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ. കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ എന്ന ആശംസയാണ് എനിക്കേറെ ഇഷ്ടമായത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏതാണോ അത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ചോദ്യം 4, സ്വന്തമായി ചില ആശംസാവാക്യങ്ങൾ എഴുതി നോക്കൂ. ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ,
സന്തോഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ, സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവട്ടെ, രക്ഷിതാക്കൾക്ക് തുണയാവാൻ കഴിയട്ടെ, ഭാവി ഉജ്ജ്വലമായിരിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന ചില ആശംസകളാണ് കേട്ടോ. അവസാനത്തെ ചോദ്യം നോക്കൂ. കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം? കവിതയുടെ താളം തെറ്റാതെ നോക്കണേ. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ, അവരുടെ വേദന നിങ്ങൾക്കുള്ളിൽ ദയയായി പടരട്ടെ, അവരുടെ ഹൃദയം നിങ്ങളുടേതിന് മുത്തു തുടിക്കട്ടെ, നിങ്ങൾ കരുതിയ നീരസമെല്ലാം ഇല്ലാതാവട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെളിച്ചം നിറയട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ മാറ്റിയിട്ടുള്ള വാക്കുകൾക്ക് ഞാൻ അടിവരയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നുള്ളൊരു പോസ്റ്റർ വാക്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചോദ്യം നോക്കൂ. പോസ്റ്റർ പരിശോധിക്കൂ. എന്തെല്ലാം കാണുന്നുണ്ട്? ഒരുപാട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് കളിക്കുന്നത്. തൊട്ടടുത്തായി ഒരു വീട് ചുറ്റുമതിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി ആ മതിലിനപ്പുറത്ത് നിന്നും ക്രിക്കറ്റ് കാണാനായി എത്തി നോക്കുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ തൊട്ടടുത്ത് കസേരയിലിരുന്ന് കളി കാണുന്നുണ്ട്. അദ്ദേഹം കളി കാണാനായി കുട്ടിയെ സഹായിക്കുന്നില്ല. ഇനി അതേ ആശയം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റർ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, 2 പോസ്റ്ററുകൾ കണ്ടല്ലോ. ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ്, എന്തുകൊണ്ട് പറയൂ. അപ്പോൾ ആദ്യത്തെ പോസ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. രണ്ടാമത്തെ പോസ്റ്ററിൽ നോക്കൂ, അതേ സംഭവം തന്നെയാണ്. ആ കുട്ടിയെ അച്ഛൻ കളി കാണാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നൊരു മാറ്റമേ ഉള്ളൂ അല്ലേ. രണ്ടാമത്തെ പോസ്റ്ററാണ് മികച്ചത്. കാരണം ആ പോസ്റ്ററിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാനായി തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെയും അച്ഛൻ സഹായിക്കുന്നുണ്ട്. ആ കുട്ടിയെ തൻ്റെ കസേരയിലിരുത്തി കളി കാണാനായി അച്ഛൻ സഹായിക്കുന്നു. മാത്രമല്ല, കുട്ടി വീഴാതിരിക്കാനായി അച്ഛൻ കുട്ടിയെ കരുതലോടെ പിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ അച്ഛൻ മാത്രമാണ് ക്രിക്കറ്റ് കാണുന്നത്. കുട്ടി കളി കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അതിന് കുട്ടിയെ സഹായിക്കുന്നില്ല. രണ്ടാമത്തെ പോസ്റ്ററിലാണ് എല്ലാവരും മന്ദഹസിക്കട്ടെ എന്ന പോസ്റ്റർ വാചകം അനുയോജ്യമായി ചേരുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയും ആക്ടിവിറ്റീസാണ് കേട്ടോ ആശംസ എന്ന് പറഞ്ഞ ഈ ചെറിയ പാഠത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളും പാഠഭാഗവും ആ കവിതയും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്